ഹായ് കൂട്ടുകാരെ, 2 ദിവസം മുന്നേ നമ്മൾ വൃത്തിയാക്കിയിട്ടിരുന്ന സ്ഥലത്ത് നമ്മളിന്ന് കിളച്ച് ചീര വിത്തുകൾ പാവാൻ പോയിന് കേട്ടോ. 2 ദിവസവും നമ്മൾ നല്ല രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തായിരുന്നു. എന്നാലും നല്ല കൊട്ടത്തറയായിട്ട് കിടക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നല്ല ഉരുളൻ കല്ലുകളും കിട്ടുന്നുണ്ടായിരുന്നു. രാവിലെ ആഷിക്കും അമീറും പോയതിന് ശേഷം ഞാനിത് കിളയ്ക്കാനൊക്കെ ഇറങ്ങുന്നത് കേട്ടോ. ആഷിക്കാണെങ്കിൽ ഒരുങ്ങി പോകും, അമീറാണെങ്കിൽ നമ്മൾ ഒരുക്കി നിർത്തി കൂടെ പറഞ്ഞു വിട്ടിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ വർഷവും ഞാൻ ഇതേ സമയത്ത് ചീര നട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വിത്താണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. പിങ്ക് ചീരയാണ് നടണം. പിന്നെ കുറച്ച് ചീരയുടെ വിത്തുകൾ ഞാൻ വാങ്ങിച്ചിട്ടും വെച്ചിട്ടുണ്ട്. പച്ച ചീര വിത്തും പാൽ ചീരയുടെ വിത്തും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ നടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും സ്ഥലം നല്ല രീതിക്ക് കിളച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും കോഴിവളവും മിക്സ് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും ചെയ്ത് ലൈക്ക് ഷെയറും ചെയ്യണേ. എല്ലാ സ്ഥലത്തും നല്ല രീതിക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിത്തുകളെല്ലാം പാവി കൊടുക്കാം. 3 ജാതി വിത്ത് ഞാൻ ഇവിടെ പാവുന്നുണ്ട്. നമ്മളെ വീട്ടാവശ്യത്തിന് എടുത്ത് ബാക്കി കിട്ടുന്നതിൽ കുറച്ച് ഫാമിലിക്കും അപ്പുറത്ത് നെയ്ബേഴ്സിനും കൊടുക്കും കേട്ടോ. ചീരയൊക്കെ വിത്തെല്ലാം പാകിയതിന് ശേഷം കുറച്ച് റവപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് വെള്ളവും കൂടെയൊക്കെ തളിച്ചു കൊടുത്തിട്ടുണ്ട്. രാവിലത്തെ ജോലി കുറച്ചുകൂടി ബാക്കിയുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ചോളത്തിൻ്റെ വിത്തുകൾ പാകി വെച്ചിട്ടുന്നില്ലേ, അതൊക്കെ നല്ല രീതിക്ക് മുളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടി 2-3 സ്ഥലത്ത് ഒരു 5 കുഴി എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ നടാനായിട്ട്. കുറച്ച് ചാണകപ്പൊടിയും കോഴിവളമൊക്കെ ഇട്ട് കൊടുത്ത് അതും സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക്. 10 തൈ നിൽപ്പുണ്ടായിരുന്നു. 5 പിരിച്ച് നട്ടോള്. ബാക്കി 5 ഇനി വെള്ളമൊക്കെ ഒഴിച്ച് തറയൊക്കെ ഒന്ന് കോത്തിയെടുത്തതിന് ശേഷം മാത്രമേ കിളച്ച് നടത്തുള്ളൂ. അതിനുശേഷം 5-6 ബീൻസിൻ്റെ വിത്തുകളുണ്ടായിരുന്നു. അതുകൂടി ഞാൻ 2-3 ചട്ടിയിലും ഗ്രോ ബാഗിലും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി വന്നു. ഓക്കെ, അപ്പോൾ ടാറ്റാ ബൈ ബൈ. എൻ്റെ വീഡിയോസ് ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക്